6 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് CBSE സ്റ്റേറ്റ് എന്നിങ്ങനെ തിരിച്ച് അവരുടെ മാത്തമാറ്റിക്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് എന്നിങ്ങനെ വിഷയങ്ങൾക്ക് ഒരു ട്യൂഷനായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് അവരുടെ പഠന രീതികൾ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ബോർഡ് എക്സാമിൽ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഏറ്റവും പുതുതായിട്ട് ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു BTC ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ സംശയമുള്ള എല്ലാവർക്കും ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. സോ ആ ഒരു BTC ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. സോ നമുക്ക് എന്തായാലും സമയം കളയാതെ നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. യെസ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകേണ്ടത് നമ്മുടെ ബ്രില്യൻ പാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ്. സോ ഗൂഗിളിൽ ബ്രില്യൻ പാല എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ നമ്മുടെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. സോ എന്തായാലും നമുക്ക് ഈ ഒരു ബ്രില്യൻ പാല എന്ന് പറഞ്ഞ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അല്ലേ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇവിടെ നമുക്ക് നിരവധി കോഴ്സുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതിനകത്ത് നമുക്ക് വേണ്ടത് ട്യൂഷൻ ആണ്, ട്യൂഷൻ ക്ലാസ് 6 to 12. ഓക്കെ, അപ്പം ഇത്രയും ഓപ്ഷൻ എടുത്ത് ഈ ഒരു 4th ഓപ്ഷനായിട്ട് ഈ ഒരു ട്യൂഷൻ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കോഴ്സസിനകത്ത് ഇവിടെ ഒരു ട്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ട്യൂഷനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്ലാസ് 6, 7, 8, 9, 10 ട്യൂഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് 6 ട്യൂഷൻ സെലക്ട് ചെയ്യാം. 7ാം ക്ലാസ്സിലാണെങ്കിൽ ഈ ഒരു ക്ലാസ് 7 സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. സോ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ട്യൂഷൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്തപ്പോൾ മറ്റൊരു വിൻഡോയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കും ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സസ് 6, 7, 8, 9, 10 എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് എന്തായാലും ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ അടുത്ത വിൻഡോയിൽ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കോഴ്സ് ബ്രോഷർ, അതുപോലെ തന്നെ കോഴ്സ് വീഡിയോ, അതുപോലെ തന്നെ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ ഒരു കോഴ്സ് ബ്രോഷർ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് BTCയുടെ ബ്രോഷർ. ഇവിടെ നിങ്ങൾക്ക് CBSE ആൻഡ് സ്റ്റേറ്റ്, ഞാൻ പറഞ്ഞു CBSEയും സ്റ്റേറ്റും സെപ്പറേറ്റ് ആയിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ, ക്ലാസ് 6, 7, 8, 9, 10 ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഈ ഒരു ഫീസ് സ്ട്രക്ചർ, ഈ ഒരു കോഴ്സിലേക്കുള്ള ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് ഫുള്ളി ഓൺലൈൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കോഴ്സ് ബ്രോഷർ. സംശയമുള്ള എല്ലാവർക്കും ഈ ഒരു കോഴ്സ് ബ്രോഷർ വായിച്ച് നോക്കിയതിനു ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് ബ്രോഷറിന് താഴെയായിട്ട് ഇവിടെ കോഴ്സ് വീഡിയോയും ഉണ്ട്. അതായത് ഒരു BTCയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോയും കൊടുത്തിട്ടുണ്ട്. സോ സംശയമുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോയും കയറി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ രജിസ്റ്റർ ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. സോ നമുക്ക് എന്തായാലും ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, അതുപോലെ തന്നെ സെലക്ട് ക്ലാസ് സ്റ്റഡി, നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഈ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. യെസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സെലക്ട് ക്ലാസ് സ്റ്റഡിയും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രില്യൻ ട്യൂഷൻ ക്ലാസ് കൊടുക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ഒരു ക്ലാസ് കൊടുത്താലും മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ ബ്രില്യൻ ട്യൂഷൻ ക്ലാസ് ആണ് കൊടുത്തത്. ഓക്കെ, എന്തായാലും നമുക്കിവിടെ ഈ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മൾ ഏത് നമ്പർ വെച്ചാണോ രജിസ്റ്റർ ചെയ്തത് ആ ഒരു നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ട്. സോ ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, അപ്പോൾ ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ മറ്റൊരു വിൻഡോയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈലാണ്. ഇവിടെ നമുക്കൊരു സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ പേര്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ID എന്നിവ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ മൈ കോഴ്സിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ബ്രില്യൻ ട്യൂഷൻ ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ബ്രില്യൻ ട്യൂഷൻ ക്ലാസ് 6, 7, അതുപോലെ തന്നെ 8, 9, 10 എന്നിവ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും ഇതിലേക്കാണ് നമുക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രില്യൻ ട്യൂഷൻ ക്ലാസ് 6 എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ എൻറോൾ നൗ ക്ലിക്ക് ചെയ്ത് ഈ ഒരു രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഈ ഒരു ബ്രില്യൻ ക്ലാസ് 7 എന്ന ഈ ഒരു ഓപ്ഷനിൽ എൻറോൾ നൗ എന്ന് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ എന്തായാലും ഞാനിവിടെ തൽക്കാലം ഈ ഒരു ബ്രില്യൻറ്റ് ട്യൂഷൻ ക്ലാസ് 6 ആണ് സെലക്ട് ചെയ്യുന്നത്. തൽക്കാലം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു എൻറോൾ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ മറ്റൊരു വിൻഡോയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു കോഴ്സിലെ ഈ ഒരു സെലക്ട് സെൻറ്റർ അതുപോലെ തന്നെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്നിവയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു ഫുള്ളി ഓൺലൈൻ പ്രോഗ്രാമാണ്, ഓഫ്ലൈൻ അല്ല. സോ ഈ ഒരു സെലക്ട് സെൻറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്യൂഷൻ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കാണിക്കുന്നത്. സോ ഇത് ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും, ട്യൂഷൻ ക്ലാസ് 6. ഓക്കെ, സോ ഈ ഒരു സെലക്ട് പ്രിഫേർഡ് ബാച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ CBSE ആണോ സ്റ്റേറ്റ് ആണോ എന്ന് ഇവിടെ കൺഫേം ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു CBSE കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ താഴെ ഒരു ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയും എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫീസായിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ഒരു റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്യാം. യെസ്, അടുത്തായിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ്, സെലക്ട് സ്ട്രീം, CBSE ആണോ സ്റ്റേറ്റ് ആണോ എന്ന് ഇവിടെ കൺഫേം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ CBSE കൊടുക്കുകയാണ്. എൻ്റർ ക്ലാസ് 5 ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങളിപ്പം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പം അതുകൊണ്ട് നിങ്ങൾ 5ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക, സെലക്ട് സ്റ്റാറ്റസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. സോ അപ്പോൾ അടുത്ത വിൻഡോയിൽ മസ്റ്റ് കൺഫേം യുവർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻറ്റേർഡ് ഫോർ ആക്ടിവേറ്റിംഗ് ദ അഡ്മിഷൻ റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഈ ഒരു കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ എനിക്കിവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. സോ നമുക്ക് എന്തായാലും ഈ ഒരു കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് റിമീറ്റ് ദ ഫീ. ഓക്കെ, യെസ്, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോഴ്സ് പേയ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ കൊടുക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആയ ജെൻഡർ, കാറ്റഗറി, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ എന്നിവയെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് വേഗം ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്ത എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നെയിം ഓഫ് സ്കൂൾ, ലാസ്റ്റ് സ്റ്റഡി ഓഫ് സ്റ്റഡി, സ്കൂളിൻ്റെ അഡ്രസ്സ്, കൺട്രി എന്നിവ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്ത കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളാണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. സോ അതും തെറ്റാത്ത കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുമ്പം കറക്റ്റായിട്ട് തെറ്റൊന്നും വരാതെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങളുടെ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നത്. സോ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുമ്പം കറക്റ്റായിട്ട് തന്നെ തെറ്റൊന്നും വരാതെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തായിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് കോഴ്സ് പേയ്മെൻ്റ് ആണ്. ഈ ഒരു കോഴ്സിലേക്കുള്ള പേയ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും എമൗണ്ട് ആണ് നമുക്കിവിടെ പേ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പേ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു പേ ഓൺലൈൻ മോഡിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പേ ചെയ്യാൻ സാധിക്കുക. ഓൺലൈനായിട്ട് മാത്രം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ, നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ, UPI വഴിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഏറ്റവും താഴെയായിട്ട് പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. സോ ഇത് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫീസ് എത്രയാണോ ഫീസ് പേ ചെയ്യേണ്ടത് അത് വരും. ശേഷം നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ, ഇമെയിൽ ID എല്ലാം കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താം. ഈ ഒരു UPI വഴിയോ അല്ലെങ്കിൽ കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താം. തൽക്കാലം ഞാനിവിടെ ഈ ഒരു UPI സെലക്ട് ചെയ്യുകയാണ്. യെസ്, അപ്പോൾ ഇവിടെ നിങ്ങളുടെ UPI ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാം. ഇവിടെ UPI ID കൊടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും താല്പര്യമുള്ള എല്ലാവരും ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. സംശയമുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ അതിനായി നിങ്ങൾക്ക് വേറെ അല്ലാതെ ഇൻ്റർനെറ്റ് കഫേസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്ഷയ സെൻറ്ററിലോ ഒന്നും യാതൊരു വിധത്തിലും പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ വീട്ടിൽ ടാബിലോ ലാപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ സിമ്പിളായിട്ട് ഈ ഒരു വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ സമയം കളയാതെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.